ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ അമ്ലങ്ങൾ, ക്ഷാരങ്ങൾ, ലവണങ്ങൾ. അമ്ലങ്ങൾ, ക്ഷാരങ്ങൾ, ലവണങ്ങൾ 8ാമത്തെ ചാപ്റ്ററാണ്. അതായത് ആസിഡ്, ആൽക്കലി, സാൾട്ട്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ബേസിലാണ് ആസിഡ്, ആൽക്കലി എന്നൊക്കെ തിരിക്കണേന്ന് നോക്കാം. അത് pH നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അതാണ് pH എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ അയണിൻ്റെ സാന്ദ്രതയുടെ നെഗറ്റീവ് ലോഗരിതം, അതിനെയാണ് നമ്മൾ pH എന്ന് പറയുന്നത്. എന്തുമാത്രം ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പദാർത്ഥത്തിന് പദാർത്ഥമല്ല, ഒരു സൊല്യൂഷന് കഴിവുന്നുണ്ടോ, ഒരു ലായനിക്ക് കഴിവുണ്ടോ, അതൊക്കെയാണ് അതിൻ്റെ pHനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതായത് ചുരുക്കത്തിൽ pH എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഹൈഡ്രജൻ അയോണുകളുടെ സാന്ദ്രതയുടെ നെഗറ്റീവ് ലോഗരിതം. നമുക്കറിയാം 1 മുതൽ 14 വരെയാണ് pH വരുന്നത്. അതിൽ 7 എന്ന് പറയുന്ന pH 7 എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രലാണ്. നമ്മുടെ ശുദ്ധജലത്തിൻ്റെ pH 7 ആണ്. 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. 7ന് താഴേക്ക് വരുമ്പോൾ, ഇപ്പോൾ ലായനിയുടെ pH ഒരു 5ഓ 6ഓ അങ്ങനെ ആണെന്ന് വിചാരിക്കുക. താഴേക്ക് വരുമ്പോൾ അതെന്താണ്? അത് ആസിഡാണ്. 7ന് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? ആൽക്കലിയാണ്. ആൽക്കലി എന്ന് പറയുമ്പോൾ ക്ഷാരങ്ങളാണ്, അപ്പോൾ ബേസാണ്. ഇതാണ് എന്ത്? pHൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആസിഡ്, ആൽക്കലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കതിൽ ആസിഡുകളെ കുറിച്ച് നോക്കാം. ആസിഡുകൾ അല്ലെങ്കിൽ അമ്ലം എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുമ്പോൾ H+ അയോണുകൾക്ക് രൂപം നൽകുന്ന പദാർത്ഥങ്ങളാണ് അമ്ലങ്ങൾ. ജലത്തിൽ ലയിക്കുമ്പോൾ H+ അയോണുകൾക്ക് രൂപം നൽകുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുക? അമ്ലങ്ങൾ അല്ലെങ്കിൽ ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ആസിഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ സ്ട്രോങ് ആസിഡുകളും വീക്ക് ആസിഡുകളും ഉണ്ട്. സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ആസിഡുകളാണ്. അതായത് വലിയ രീതിയിൽ തന്നെ H+ അയോൺ കോൺസെൻട്രേഷൻ ഉയർത്താൻ പറ്റുന്നവരാണ്. വീക്ക് എന്ന് പറഞ്ഞാലോ അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല. അതായത് അവരുടെ pH കുറവാണ്. pH എന്ന് പറയുന്നത് 7നോട് അടുത്തിട്ടായിരിക്കും. സ്ട്രോങ് ആസിഡുകൾ എന്ന് പറയുമ്പോൾ 1, 2, 3 അങ്ങനെ 7 നിന്നും വളരെ താഴെയായിരിക്കും. വീക്ക് ആസിഡുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും കൂടുതലായിരിക്കും നമ്പർ. വീക്ക് ആസിഡുകൾ എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും, കഴിക്കാനായിട്ട് പറ്റുന്ന ആസിഡുകളാണ്. പക്ഷേ സ്ട്രോങ് ആസിഡുകൾ എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതെന്താണ്? ബേണിംഗ് ആണ്, ശരീരത്തെ അത് കത്തിക്കും. ഇതൊക്കെയാണ് ആസിഡുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ്? അപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇനിയുള്ളത് ക്ഷാരങ്ങൾ അല്ലെങ്കിൽ ബേസുകൾ. ക്ഷാരങ്ങൾ അല്ലെങ്കിൽ ബേസുകൾ എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ, അതായത് OH- അയോണുകളെ രൂപം കൊടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുക? ക്ഷാരങ്ങൾ അല്ലെങ്കിൽ ബേസ് എന്ന് പറയാം. അതായത് ജലത്തിൽ ലയിക്കുമ്പോൾ H+ അയോണുകൾക്ക് രൂപം കൊടുക്കുന്നത് അമ്ലങ്ങൾ അല്ലെങ്കിൽ ആസിഡുകളും, ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകൾക്ക് OH- അയോണുകൾക്ക് രൂപം കൊടുക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ബേസ് അല്ലെങ്കിൽ എന്താണ്? ക്ഷാരങ്ങൾ എന്നും പറയും. ഇനി ജലത്തിൽ ലയിക്കുന്ന ക്ഷാരങ്ങളാണ് ആൽക്കലികൾ. ജലത്തിൽ ലയിക്കുന്ന ക്ഷാരങ്ങളാണ് ആൽക്കലികൾ. എല്ലാ ക്ഷാരങ്ങളും ആൽക്കലികളല്ല. കാരണം എന്താണ്? എല്ലാവരും ജലത്തിൽ ലയിച്ചു എന്ന് വരില്ല. പക്ഷേ എല്ലാ ആൽക്കലികളും എന്തുതന്നെയാണ്? ക്ഷാരങ്ങളാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കാം. ഇന്ന് നമുക്ക് ആസിഡിൻ്റെയും അതുപോലെ തന്നെ അത് അമ്ലങ്ങളുടെയും ക്ഷാരങ്ങളുടെയും ഡിഫറൻസുകൾ നോക്കാം. ആസിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുളിരസമായിരിക്കും, ലോഹങ്ങളെ ദ്രവിപ്പിക്കുന്നു, നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡുകളാണ്. ക്ഷാരങ്ങളുമായി ചേർക്കുമ്പോൾ അമ്ലഗുണം കുറയുന്നു. അതായത് ക്ഷാരങ്ങളുമായിട്ട് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡിൻ്റെ ഗുണം അവിടെ കുറഞ്ഞു വരും. ന്യൂട്രലാവാനുള്ളൊരു ടെൻഡൻസി അവിടെ കാണിക്കും. ഇനി ക്ഷാരങ്ങളുടെ ബേസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കയ്പുരസമാണ്, വഴുവഴുപ്പുള്ളവ, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആരാണ്? ആൽക്കലിയാണ്. ഇനി അമ്ലങ്ങളുമായിട്ട് ചേരുമ്പോൾ എന്താണ്? ക്ഷാരഗുണം കുറയും. അതായത് അതും ന്യൂട്രൽ ആവാനായിട്ടാണ് പോകുന്നത്.
ഇനി നമുക്ക് കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആസിഡുകളെ കുറിച്ച് നോക്കാം. നാരങ്ങ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? അസറ്റിക് ആസിഡ്. നമ്മുടെ പുളി, വാളംപുളിയിലുള്ളത് എന്താണ്? ടാർട്ടാറിക് ആസിഡ്. പാലിൽ, തൈരിലൊക്കെ ഉള്ളത് എന്താണ്? ലാക്റ്റിക് ആസിഡ്. ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആസിഡുകൾ വരുന്നത്. ഇനി ആസിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു. അപ്പോൾ ഇത്തരം പോയിന്റ്സുകളൊക്കെ ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് pH, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, pH നമ്മുടെ നിത്യജീവിതത്തിൽ ഏതൊക്കെ അവസരങ്ങളാണ് pHൻ്റെ പ്രാധാന്യം എന്നാണ് നോക്കുന്നത്. അതിലൊന്നാമത്തത്, നമ്മൾ മനുഷ്യരും മൃഗങ്ങളിലും നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഒരു ആസിഡ് പ്രവർത്തിക്കുന്നുണ്ട്. HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് പ്രവർത്തിക്കുന്നുണ്ട്. അതെവിടെയാണ്? നമ്മുടെ ആമാശയത്തിൽ ചില ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തിൽ HCl ഉണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഈ ആസിഡ് നമ്മുടെ ആഹാരത്തിനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവിടെയുള്ള എന്തെങ്കിലും ജെംസ്, അതായത് അണുക്കളുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള ആസിഡ് ഇതാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് അമ്ലമഴ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആസിഡ് റെയിൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ പലതരത്തിൽ നദികളെയൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെയൊക്കെ നമ്മൾ മലിനമാക്കൂലേ, ഇത് കത്തിച്ചിട്ടും അഴുക്ക് വെള്ളം ഒഴുക്കിയിട്ടൊക്കെ നമ്മൾ മലിനമാക്കും. ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പുക ഉയരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കത്തിച്ചിട്ടൊക്കെ പുക ഉയരുന്ന സമയത്ത് SO2, NO2 എന്നൊക്കെ പറയുന്ന, അതായത് സൾഫർ ഡയോക്സൈഡ്, അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പോലുള്ള വാതകങ്ങൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്ന് മേഘപടലങ്ങളിലേക്ക് അങ്ങനെ പോവും. മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് ഈ വാതകങ്ങൾ മഴത്തുള്ളികളുമായിട്ട് അല്ലെങ്കിൽ മഴവെള്ളവുമായിട്ട് ലയിച്ചിട്ട് SO2 ലയിക്കുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും, NO2 ലയിക്കുമ്പോൾ എന്തുണ്ടാവും? നൈട്രിക് ആസിഡ് ഉണ്ടാവും. ആസിഡുകളായിട്ട് ആ മഴവെള്ളത്തോടൊപ്പം തിരിച്ചു വരും. ഇതിനെയാണ് എന്ത് പറയുക? ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സസ്യജാലങ്ങൾക്കൊക്കെ വളരെ വിനാശകരമായിട്ടുള്ള ഒന്നാണ്. ഇനി സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് കൃഷി ചെയ്യുന്നതിനേക്കാളും മുന്നേ മണ്ണ് ടെസ്റ്റ് ചെയ്യും. കാരണം ചില ചെടികൾക്ക് ഇത്ര pH വേണമെന്നുണ്ടാവും വളരാനായിട്ട്. അപ്പോൾ എന്താണ്, അവരുടെ വളർച്ചയിൽ ആ pHനൊരു സ്വാധീനമുണ്ട്. ദഹന വ്യവസ്ഥയുടെ കാര്യം നമ്മൾ പറഞ്ഞു, HCl എന്ന് പറയുന്ന ദഹന വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞു. ഇനി അത് കൂടാതെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിക്ക് ഒരു pH ഉണ്ടാവും. ആ pH ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലാണ് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. പിന്നെയുള്ളത്, ഇപ്പോൾ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? ഫോമിക് ആസിഡാണ് അവർ കുത്തിവെക്കുന്നത്. അതേപോലെ തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ മെത്തനോയിക് ആസിഡാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആ കടച്ചിലിനും വേദനയ്ക്കൊക്കെ കാരണം. ഇനിയുള്ളത്, നമ്മുടെ വായ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ദന്തക്ഷയം സംഭവിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയാസ് പലതരത്തിലുള്ള ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡുകളും ചെയ്യും നമ്മുടെ ഇനാമലിന് കേടുപാടുകൾ ഉണ്ടാക്കും. ഇതൊക്കെയാണ് pHന് നമ്മുടെ നിത്യജീവിതത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത്. ഇനിയാണ് ആസിഡുകളും ആൽക്കലികളും കൂടെ പ്രവർത്തിച്ചിട്ട് ലവണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഒരു ആസിഡ് ഒരു ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഇല്ലാതാകുന്നു. അപ്പോൾ എന്തുണ്ടാകുന്നു? അവരിൽ നിന്നൊരു സാൾട്ടും ഉണ്ടാകുന്നു, അതേപോലെ തന്നെ വെള്ളവും ഉണ്ടാകുന്നു. ആസിഡ് പ്ലസ് ആൽക്കലി ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. അമ്ലവും ക്ഷാരവും കൂടി ചേർന്നിട്ട് ലവണവും ജലവും ഉണ്ടാകുന്നു. അതായത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് നിർവീര്യമാവുന്നു, pH 7 ആവുന്നു. ഇതാണ് ലവണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ആസിഡ് എന്താ, pH എന്താ, pH നിത്യജീവിതത്തിലുള്ള സ്വാധീനം ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. പിന്നെ ആസിഡും ആൽക്കലി അതിൻ്റെയൊക്കെ ഡിഫറൻസുകളൊക്കെ നമുക്ക് ചോദിക്കാറുള്ളതാണ്. പിന്നെ ഓരോ പദാർത്ഥത്തിലുമുള്ള ആസിഡുകൾ ഏതാണെന്നൊക്കെ ചോദിക്കും. പിന്നെ ഇതിൽ ചോദിക്കാവുന്ന വേറൊരു വലിയ ക്വസ്റ്റ്യനാണ് അപ്പോൾ ഓരോ ലവണങ്ങൾ, നമ്മൾ ബേക്കിംഗ് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെയുള്ള ഓരോ ലവണങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ലവണങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, എന്താണ് അതിൻ്റെ ഉപയോഗം,
അങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മൾ നോക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ലവണങ്ങൾ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ബ്ലീച്ചിങ് പൗഡർ. 4 ലവണങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ബ്ലീച്ചിങ് പൗഡർ. ഇത് ഓരോന്നും എങ്ങനെ ഉണ്ടാക്കുന്നു, എന്താണ് അതിൻ്റെ ഉപയോഗം, അങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഒന്നാമത്തത് വാഷിംഗ് സോഡ നോക്കാം കേട്ടോ. വാഷിംഗ് സോഡയുടെ രാസനാമം സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മൾ വാഷിംഗ് സോഡയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം എന്താണ് പഠിക്കേണ്ടത്? അതിൻ്റെ രാസനാമം പഠിക്കണം. സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. ഇനി ഇതിനെ വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്ന ആ പ്രവർത്തനത്തിൻ്റെ പ്രക്രിയനെ പറയുന്ന പേരാണ് സോൾവേ പ്രോസസ് അല്ലെങ്കിൽ സോൾവേ പ്രക്രിയ. വാഷിംഗ് സോഡ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? സോൾവേ പ്രക്രിയ അല്ലെങ്കിൽ സോൾവേ പ്രോസസ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ നന്നായിട്ട് ചൂടാക്കുന്നു. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ നന്നായി ചൂടാക്കിയ ശേഷം അതിനെ ജലവുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഉൽപ്പന്നമാണ് എന്ത്? സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ്. അപ്പോൾ വാഷിംഗ് സോഡ, അതാണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എന്നാണ് അതിൻ്റെ രാസനാമം. അതിന് വ്യാവസായികമായി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുക? സോൾവേ പ്രോസസ്, സോൾവേ പ്രക്രിയ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഹൈഡ്രജൻ സോഡിയം കാർബണേറ്റിന് നന്നായിട്ട് ചൂടാക്കും, എന്നിട്ട് അതിനെ ജലവുമായിട്ട് മിക്സ് ചെയ്യും. അതാണ് ആ പ്രോസസ്സ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗമെന്ന് നോക്കാം. ഒന്ന്, കാസ്റ്റിക് സോഡ, ഗ്ലാസ്, സോപ്പ് പൊടി, കടലാസ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ജലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാഷിംഗ് സോഡ ഉപയോഗിക്കും. അതുകൂടാതെ നമ്മൾ പലതരത്തിലുള്ള ശുചീകരണ പ്രക്രിയകൾക്ക് വാഷിംഗ് സോഡ ഉപയോഗിക്കും. ഇതാണ് വാഷിംഗ് സോഡ. എന്താണ് അതിൻ്റെ രാസനാമം? എന്തെങ്കിലും പ്രോസസ്സിന് പേരുണ്ടെങ്കിൽ ആ പേര്, എങ്ങനെയാണ് ആ പ്രോസസ്സ്, ഉപയോഗം. രണ്ടാമത്തത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഈ സോൾവേ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ സോൾവേ പ്രോസസ്സിൽ വാഷിംഗ് സോഡ ഉണ്ടാവുന്നതോടുകൂടി ഉണ്ടാവുന്ന ഉപ ഉൽപ്പന്നമാണ് എന്ത്? ബേക്കിംഗ് സോഡ. അതായത് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കക്ക ചൂടാക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അമോണിയ കലർന്ന തണുത്ത സാന്ദ്രതയേറിയിട്ടുള്ള ഉപ്പുവെള്ളത്തിൽ കൂടെ എന്താണ് കടത്തി വിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്? ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്നത്. ആദ്യം കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കക്കേനെ ചൂടാക്കിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അമോണിയ കലർന്ന തണുത്ത സാന്ദ്രതയേറിയ ഉപ്പുവെള്ളത്തിൽ കൂടെ നമ്മൾ കടത്തി വിട്ടിട്ട് എന്താണ് ഈ ബേക്കിംഗ് സോഡ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാതെ എന്താണ് വാഷിംഗ് സോഡ ഉണ്ടാക്കുന്ന പ്രോസസ്സിലെ ഉപ ഉൽപ്പന്നമായിട്ടും എന്തുണ്ടാവുന്നുണ്ട്? ബേക്കിംഗ് സോഡ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ രാസനാമം എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ രാസനാമം എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ? ഭക്ഷണം പാകം ചെയ്യാനായിട്ട് നമ്മൾ കേക്ക് അങ്ങനെയുള്ള പാസ്ട്രൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാവ് പുളിക്കാനും കേക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ദഹനക്കേടിന് ഉപയോഗിക്കുന്നുണ്ട്. തീ അണയ്ക്കാനൊക്കെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കാര്യങ്ങൾ, വാഷിംഗ് സോഡയും ബേക്കിംഗ് സോഡയും. രാസനാമം പഠിക്കുക, എന്തെങ്കിലും പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ പേര് അത് പഠിക്കുക, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുക, ഉപയോഗം പഠിക്കുക. ഇനി അടുത്താണ് എന്ത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്കറിയാം എന്താണ്? നമ്മൾ കയ്യൊക്കെ ഒടിയുമ്പോൾ ഇടുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി ഇതിൻ്റെ രാസനാമം എന്ന് പറയുന്നത് POP. POP എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയാം, അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്, ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം. ജിപ്സം എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിന്, ജിപ്സം നമുക്കറിയാം, ജിപ്സത്തിനെ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. ജിപ്സം എടുത്തിട്ട് 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോഴാണ് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്താണ് അതിൻ്റെ രാസനാമം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉപയോഗമാണ്. എന്തിന് ഉപയോഗങ്ങൾ? കളിപ്പാട്ടങ്ങളും പ്രതിമകളുടെയും ഒക്കെ അച്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൊട്ടിയ അസ്ഥികളെ യഥാസ്ഥാനത്ത് നിലകൊള്ളാൻ സഹായിക്കുന്ന മെഡിക്കൽ പ്ലാസ്റ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ദന്താശുപത്രികളിൽ പല്ലിൻ്റെയും മറ്റും അച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ
ഇതിനേലൊക്കെ പല്ല് കെട്ടാനൊക്കെ മുമ്പ് ഒരു സാധനം വെച്ച് നമ്മൾ വായിൽ ഇങ്ങനെ അമർത്തിയിട്ട് നമ്മുടെ പല്ലിൻ്റെ അളവെടുക്കില്ലേ അത്. ഭിത്തിയുടെയും സീലിങ്ങിൻ്റെയും ഉപരിതലം മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് സീലിങ്ങിലും ഭിത്തികളിലും തുണികളിലും അലങ്കാര രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീ പിടിക്കാത്ത വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ നമുക്കറിയാം നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം കാൽഷ്യം ഓക്സിക്ലോറൈഡ്. കാൽഷ്യം ഓക്സിക്ലോറൈഡ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായത്തിൽ കൂടെ ക്ലോറിൻ വാതകം കടത്തി വിട്ടിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. കുമ്മായത്തിൽ കൂടെ ക്ലോറിൻ വാതകം കടത്തി വിട്ടിട്ട്. ഇനി ഈ ഒരു പ്രോസസ്സിനെയാണ് വ്യാവസായികമായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഹെസ്റ്റൺ ക്ലേവർ രീതി. ഹെസ്റ്റൺ ക്ലേവർ രീതി എന്ന് പറയുന്നത് വ്യാവസായികമായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായത്തിൽ കൂടെ ക്ലോറിൻ വാതകം കടത്തി വിട്ടിട്ട്. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് തുണി വ്യവസായത്തിൽ വസ്ത്രങ്ങളെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കടലാസ് വ്യവസായത്തിൽ തടിയുടെ പൾപ്പ് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കമ്പിളി ചുളുക്കം വീഴാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ജലം അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്ലോറോഫോം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രാസവസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന സമയത്ത് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെറുപ്പത്തിലേക്ക് കേട്ടുള്ളൊരു കാര്യമാണ് എന്താണ്, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വൺ വേർഡ് ചോദിക്കാം കേട്ടോ. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ അതുപോലെ ചോദിക്കാവുന്നൊരു വൺ വേർഡാണ് ആസിഡുകൾ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങളുമായി പ്രവർത്തിച്ചിട്ട് പുറത്തുവിടുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ആദ്യം എന്താണ് ആസിഡ്, എന്താണ് ആൽക്കലി, എന്താണ് അതേപോലെ തന്നെ എന്താണ് ലവണങ്ങൾ എന്നൊക്കെ നോക്കാം. പിന്നെ അതിൻ്റെ ഡിഫറൻസുകൾ, ആസിഡ് ആൽക്കലി ഡിഫറൻസുകൾ നോക്കാം. പിന്നെ മെയിനായിട്ട് നോക്കാനുള്ളത് ഓരോ ലവണങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് വൈസ് പഠിക്കുക, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.